ഹായ്, എല്ലാവർക്കും നമസ്കാരം. KTU MCA മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് ലെക്ചർ സീരീസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ അലീന മാത്യു. ആദ്യം തന്നെ നമുക്ക് KTU MCAയുടെ MFC സിലബസ് എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്സ് സെറ്റ്സ്, സെറ്റ്സ് ഓപ്പറേഷൻ, റിലേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേഷൻസ്, ഇക്വിവാലൻസ് റിലേഷൻസ്, ക്ലോഷർ ഓഫ് റിലേഷൻസ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻസ്, പാർഷ്യൽ ഓർഡറിംഗ്, എൻ അറേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് മൊഡ്യൂൾ 1 MFCയിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റ്സും സെറ്റ്സ് ഓപ്പറേഷനും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെറ്റ്സും സെറ്റ് ഓപ്പറേഷൻസും എന്താണെന്ന് നോക്കി നോക്കാം. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ. അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണ്. അത് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനും ആയിരിക്കും. ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവരെ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഒരു സെറ്റാണ് എനിക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആൽഫബറ്റ്സ് ഏതൊക്കെയാ? എ ബി സി ഡി അങ്ങനെ സെഡ് വരെയുള്ള ആൽഫബറ്റ്സ്. അപ്പോൾ ഞാൻ സെറ്റായിട്ട് എഴുതുമ്പോൾ എന്ത് വരും? ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ തൊട്ടിട്ട് അതിലുള്ള എലമെന്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം കോമ ഇട്ടിട്ട് പോകണം. അപ്പോൾ A, B, C, എക്സെട്ര ഇട്ടിട്ട് സെഡ് വരെ എഴുതുക. അത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും എഴുതുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ സെറ്റിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. എന്തിന്റെ? ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിന്റെ. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. ഇനി സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ സെറ്റിന്റെ ഉള്ളിലുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ വവൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വി എന്ന് പറഞ്ഞ ഒരു സെറ്റാണ് എഴുതിയത്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താ? സെറ്റിന്റെ നെയിം ആണ്. ആ വി എന്ന് പറഞ്ഞ സെറ്റ് എടുത്തിട്ട് നമുക്ക് എഴുതേണ്ടത് എന്താണ്? വവൽസ് ആണ്. വവൽസ് ഏതൊക്കെയാ നമുക്കറിയാം. ഏതൊക്കെയാ? 5 വവൽസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. എ, ഇ, ഐ, ഒ, യു. അപ്പൊ ഈ 5 എന്ത്? വി എന്ന് പറഞ്ഞ സെറ്റിന്റെ എലമെന്റ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ എലമെന്റ്സിനെല്ലാം കോമ ഇട്ടിട്ട് എഴുതണം. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതാണ് എൻ്റെ ആ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇനി നമുക്ക് അടുത്തത് സെറ്റ് എങ്ങനെയൊക്കെ 2 രീതിയിലാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ 2 രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെയാണ് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഫോം. ഇതിൽ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പറഞ്ഞില്ലേ, A, E, I, O, U എന്ന് പറഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതാം. ഇത് തന്നെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എലമെന്റ്സിനെ ജസ്റ്റ് കോമ ഇട്ടിട്ട് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എലമെന്റ്സിനെ മാത്രം പെറുക്കി പെറുക്കി എഴുതാം. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് എഴുതണം. അപ്പൊ ഞാൻ ആ സെറ്റിന് പേര് കൊടുത്തു സെറ്റ് ബി. ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ ഇട്ടു. അത് ഈക്വൽ ടു ഇട്ടിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 തൊട്ട് 5 വരെ ഉള്ളത് 1, 2, 3, 4, 5. ഈ 5 എലമെന്റ്സിനെ ഞാൻ കോമ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്തു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പോൾ അതെന്തായി? എനിക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാനായിട്ട് പറ്റി. ഇനി അടുത്തത് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. അങ്ങനെ ഒരു സെറ്റ്. ആ സെറ്റിനെ അപ്പോൾ 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7. അപ്പോൾ ഈ 2, 3, 5, 7 ഞാൻ എന്ത് ചെയ്തു? കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോമ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്തു. ഈ സെറ്റിന് ഞാനൊരു പേരിട്ടതാണ് സി എന്ന് പറയുന്നൊരു പേരിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് സെറ്റിന് ഇട്ട് കൊടുക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള നമുക്ക് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ഏതാ? ഇപ്പോൾ എ തൊട്ട് സെഡ് വരെ നമുക്ക് സെറ്റിന് പേരിട്ട് കൊടുക്കാം. അതിന് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ആയിട്ട് വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ഈവൻ നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ് ഞാൻ എഴുതുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട്, ലെസ് ദാൻ 12 ആണ്. അപ്പോൾ 12ന് താഴെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 2, 4, 6, 8, 10. എന്തുകൊണ്ടാണ് ഞാൻ 12 എടുക്കാതിരുന്നത്? ലെസ് ദാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12ൽ താഴെ, അപ്പോൾ 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് 12ഉം കൂടി എടുക്കാം. അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 12 താഴെയുള്ളത് 10 വരെയുള്ളതാണ്. അപ്പോൾ 2, 4, 6, 8, 10 ഇങ്ങനെ 5 എലമെന്റ്സ് ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഡി എന്ന് പറഞ്ഞാൽ ഈ ഈവൻ നമ്പേഴ്സിന്റെ സെറ്റിൽ, അതായത് 12ന് താഴെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സെറ്റിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റർ ഫോം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. കുറച്ചും കൂടി എക്സാമ്പിൾസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അടുത്ത രണ്ടാമത്തെ ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനെ ഞാൻ ആദ്യമേ പറഞ്ഞു, രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ എന്താണ്? റോസ്റ്റർ ഫോം. രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും? എലമെൻസിനെ എല്ലാം പെറുക്കി പെറുക്കി എടുത്തിട്ട് കോമ ഇട്ടിട്ട് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷേ ഇതേ സമയം നമ്മൾ ഇത്തിരി നീട്ടി വലിച്ചിട്ട് ആ കണ്ടീഷൻ എന്താണ്, ആ സെറ്റ് എങ്ങനെ വന്നു, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതില്ലേ? അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഈ സെറ്റ് എ ഇ ഐ ഒ യു ഇങ്ങനൊരു സെറ്റ് ഞാൻ എടുത്തു. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞൊരു സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. ഈ ആൽഫബറ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഇംഗ്ലീഷിലെ എന്താ പറയുക, ആൽഫബറ്റ്സിൻ്റെ ഉള്ളിലുള്ള വവ്വൽസ് ആണ്. അപ്പോൾ ഞാൻ എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ കണ്ടീഷൻ എന്താ? കോമൺ ആയിട്ട് ഞാനപ്പോൾ ഈ 5 എലമെൻസിനെയും കൂടിയിട്ട് സെറ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു മെമ്പറായിട്ട് എടുത്തു. അപ്പോൾ സ്മോൾ ആയിട്ടാണ്, ഞാൻ സ്മോൾ എക്സ് ആയിട്ടാണ് എടുക്കേണ്ടത് സെറ്റിൻ്റെ ഉള്ളിൽ. അപ്പം അത് ശ്രദ്ധിക്കുക, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മളെപ്പോഴും എലമെൻസിനെ സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഈ സ്മോൾ എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് സ്മോൾ എക്സ് സച്ച് ദാറ്റ് സ്മോൾ എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള ഒരു വവലാണ്. അപ്പോൾ ഞാനതൊരു ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് എക്സിൻ്റെ കണ്ടീഷൻ എന്താണോ അത് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി. ഇങ്ങനെ നീട്ടി വലിച്ചെഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സെറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. സെറ്റ് ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അത് നോക്കി നോക്ക്. സെറ്റ് 1, 2, 3, 4, 5. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 5 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 5 എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? 1 തൊട്ട് 5 വരെയുള്ള എലമെൻറ്റ്സ്. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. വെറുതെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, അങ്ങനെ പറയാൻ പറ്റില്ല. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല. ഇത് 5 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് പറയാൻ പറ്റും? 5 വരെ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്തുള്ളതാണ്. അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ 6, 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്തത്? കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിനകത്താണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ 5 വരെ ഉള്ളതാണെന്ന്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? അതായത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സെറ്റ് ആദ്യമേ അവർ തരും. ആ സെറ്റിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കുക. 5ാമത്തെ എക്സാമ്പിൾ ഇ എന്ന് പറഞ്ഞൊരു സെറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ MATH. അപ്പോൾ MATH എന്ന് പറഞ്ഞാൽ കുറച്ച് ലെറ്റേഴ്സാണ്, 4 ലെറ്റേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്. മാത്ത് എന്ന് പറഞ്ഞ വേർഡിനകത്തുള്ള ലെറ്റേഴ്സാണ് എക്സ്. അത് ഈ എക്സ് ഏതൊക്കെയാ? M ആവാം, A ആവാം, T ആവാം, H ആവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇങ്ങനെ എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കി നോക്ക്. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സെറ്റ് എഫ് എന്ന് പറഞ്ഞിട്ട്. ഈ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? നമ്മുടെ ആഴ്ചയിലുള്ള വീക്കെൻഡ് അല്ലേ? വീക്കെൻഡ് ആയിട്ടുള്ള ദിവസങ്ങളാണല്ലോ നമ്മൾ സാറ്റർഡേ സൺഡേ ആയിട്ട് കൂട്ടുന്നത്. അപ്പോൾ സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് എ വീക്കെൻഡ് ഡേ. അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കണേ. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമാണ് ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് മെയിനായിട്ട് കുറച്ചൊരു 7-8 ടൈപ്സ് പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഫസ്റ്റത്തെ ടൈപ്പാണ് ഫൈനൈറ്റ് സെറ്റ്. സെറ്റിൻ്റെ എന്താ പറയുക, ഒരു വളരെ പ്രധാനപ്പെട്ടുള്ള സെറ്റാണ് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് ചോദിക്കാം, കുറച്ച് സെറ്റുകൾ തന്നിട്ട് ഈ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് ഏതൊക്കെയാണ്, അങ്ങനെ
തരം തിരിച്ചെഴുതുക അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും തരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും എന്താണെന്ന് നോക്കി നോക്കാം. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അതായത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും ഇതിനകത്ത് ഇത്ര എലമെന്റ്സ് ആണ് ഉള്ളത്, ആ എലമെന്റ്സ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. ഇപ്പോൾ നോക്കി നോക്ക്, സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഇതൊരു സെറ്റാണ് ഫൈനൈറ്റ് സെറ്റിൻ്റെ. അതായത് എന്താ, സെറ്റ് AEIOU ഈ 5 ലെറ്റേഴ്സേ ഉള്ളൂ എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു സെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അടുത്ത നോക്കിയോ വേറൊരു എക്സാമ്പിൾ, ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഈ 5 എലമെന്റ്സ് ആണ് ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് പറയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രിഡിക്റ്റ് ചെയ്യല്ല, കറക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറ്റുന്നുള്ള സെറ്റുകളാണ് ഫൈനൈറ്റ് സെറ്റ്. ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഫൈനൈറ്റ് സെറ്റിൽ ഉണ്ടാവുക. എന്നാൽ അൺലിമിറ്റഡ് നമ്പർ ആണെങ്കിലോ, ലിമിറ്റഡ് നമ്പർ ആകുമ്പോൾ ഫൈനൈറ്റ് ആണ്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആകുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ആണ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കി നോക്കുക, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 അല്ലെങ്കിൽ ലെസ് ദാൻ 10 എന്നൊക്കെ കറക്റ്റ് ഒരു കണ്ടീഷൻ പറയും. ഇത് നോക്കി നോക്കുക, ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് എക്സെട്ര ഇട്ട് പോയേക്കുക. അതെന്താ, നമുക്കതിൻ്റെ അവസാനം എവിടെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ മാത്സിൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അവസാനിക്കുന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എക്സെട്ര ഇട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ എലമെന്റ്സ്, ഇങ്ങനെയുള്ളതിനാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ നോക്കി നോക്ക്, ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതല്ലാതെ ഇപ്പോൾ ഇതാ ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അപ്പോൾ നോക്കി നോക്ക്, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവും നെഗറ്റീവും സീറോവും നമുക്ക് എന്താ പറയുക എലമെന്റ്സ് ആണെന്ന് പറയാം ഇൻഡിജേഴ്സിൻ്റെ സെറ്റിൻ്റെ. അപ്പോൾ 0ക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 എക്സെട്ര പറഞ്ഞിട്ട് ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡിലോട്ടും പോയിട്ടുണ്ടാവും. 0 തൊട്ട് പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 എക്സെട്ര പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ടും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതും എന്താണ്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. നമുക്ക് ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഫൈനൈറ്റ് എന്താണ് ഇൻഫൈനൈറ്റ് എന്താണെന്ന്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ, എങ്കിലേ എനിക്ക് കൂടുതലായിട്ട് ബെറ്റർ ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ അടുത്ത എന്താ പറയുക മെയിൻ ആയിട്ടുള്ള സെറ്റിലേക്ക് പോവുകയാണ്, എം ടി സെറ്റ്. എന്താണ് ഒരു എം ടി സെറ്റ്? ആ പേരിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ, സെറ്റ് എം ടി ആണ്. എം ടി എന്ന് പറഞ്ഞാൽ എന്താ, ശൂന്യമാണെന്ന് പറയില്ലേ, ഒന്നുമില്ല സെറ്റിൻ്റെ ഉള്ളിൽ. അതായത് എം ടി സെറ്റിന് വേറെ പേരാണ് നൾ സെറ്റ് എന്ന് പറയാം. അതായത് സെറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെന്റ്സും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എം ടി സെറ്റ് അഥവാ നൾ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളാണ്, കണ്ടോ, ഫൈ എന്നാണ് ഈ സിമ്പിളിൻ്റെ പേര്. ഒരു 0 പോലെ ഇട്ടിട്ട് അല്ലെങ്കിൽ O പോലെ നമ്മൾ ഇംഗ്ലീഷിൽ ഇട്ടിട്ട് ഒരു വര ഇങ്ങനെ ചെരിച്ചിട്ടിടുക അതിൻ്റെ മുകളിൽ കൂടെ, ഫൈ എന്നാണ് പറയുക, PHI, ഫൈ എന്നാണ് ഈ സിമ്പിളിനെ പറയുക. അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എം ടി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കി നോക്ക്, സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റാണ്, സെറ്റ് എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്താ, 1നും 2നും ഇടയിലുള്ള ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ളൊരു സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ. നമുക്ക് അങ്ങനെ ഒരു സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ വെച്ചാൽ 1ഉം 2ൻ്റെ ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ പോലും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് സെറ്റാണ് കിട്ടുക, എം ടി സെറ്റാണ് കിട്ടുക. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സെറ്റ് എഴുതാൻ നമ്മളോട് സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞാൽ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഉത്തരം എന്ത് കൊടുക്കണം, 5 എന്ന് മാത്രം ഇട്ടാൽ മതി. നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഉള്ള സെറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി അടുത്ത വേറെ സെറ്റാണ് ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 എക്സ് ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കി എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ എന്ത് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ ഉത്തരം എന്താ വരിക, √2 ആ വരിക. അപ്പോൾ √2 എന്ന് പറയുന്നത് എന്താ, റാഷണൽ അല്ലല്ലോ. അപ്പോൾ റാഷണൽ നമ്പറിൻ്റെ സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്, അതായത് എം ടി സെറ്റാണ്. പിന്നെ സി എന്ന് പറഞ്ഞ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, എക്സ് ഈസ് എ ഈവൺ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. 2വിനേക്കാൾ വലിയതായിട്ടുള്ള ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത്. വെറുതെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2വിനായിട്ടുള്ള വലുതുള്ള ഒരുപാട് നമ്പേഴ്സ് കിട്ടുമായിരുന്നു. പക്ഷേ ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒന്നുപോലും ഇല്ല. നമുക്ക് ആകെ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ,
ടു ഈസ് ആൻ ഈവൺ പ്രൈം. അതായത് ടു മാത്രമേ ഉള്ളൂ മാത്സിൽ ഈവൺ ആവും അതുപോലെ പ്രൈമും ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ നമ്പേഴ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതും എന്താണ്, ഒരു എം ടി സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എം ടി സെറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഫൈവ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് ഉത്തരം എന്താണ്, ഈ സെറ്റിന്റെ ആൻസർ എന്താ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈവ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അടുത്ത സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. ഇതും ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിംഗിളാന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ സിംഗിളാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഞാൻ ഒറ്റയ്ക്കാന്നല്ലേ. അതുപോലെ സിംഗിൾട്ടൺ സെറ്റ്, ഒരു സെറ്റിന്റെ ഉള്ളിൽ എക്സാക്റ്റ് ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്താ, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു സെറ്റ് കണ്ടെയ്നിങ് ഓൺലി ദ നമ്പർ ഫൈവ്. അതായത് ഈ ഫൈവ് എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമേ ഈ സെറ്റിനുള്ളൂ. അപ്പോൾ സെറ്റ് ഫൈവ് എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമായിട്ട് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അങ്ങനെ ഇതായി. അതായത് ഓൺലി ലെറ്റർ എക്സ്, അതിനേക്കാൾ ഇതാ പ്ലാനറ്റ് എർത്ത് മാത്രമുള്ള ഒരു സെറ്റ്. അപ്പോൾ എർത്ത് എന്ന് മാത്രം ഇട്ടിട്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ടുണ്ടാവും. കണ്ടീഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മീൻസ് സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നിട്ട് ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. എന്നിട്ട് അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അതിനകത്ത് ഒറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള സെറ്റിനെ നമ്മൾ എന്ത് പേര് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, അതിനെ സിംഗിൾട്ടൺ സെറ്റ് ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള എന്താ പറയുക ഒരു ടോപ്പിക്കാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിന്റെ ഉള്ളിൽ ടൈപ്പ് ഓഫ് സെറ്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് സബ്സെറ്റ്. ഒരു സെറ്റ് ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. എപ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അതായത് ബി എന്ന് പറഞ്ഞ വലിയൊരു സെറ്റാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വലിയൊരു സെറ്റാണ്. കണ്ടോ, സെറ്റ് എ ബി സി പറഞ്ഞിട്ട്, അതായത് എ കോമ ബി കോമ സി കോമ എക്സെട്ര സെഡ് വരെയുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഫുള്ളുള്ള സെറ്റാണ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് വവ്വേഴ്സ് മാത്രമുള്ള കുഞ്ഞു സെറ്റ്, എ ഇ ഐ ഒ യു, ഈ 5 എലമെന്റ്സേ ഉള്ളൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സെറ്റ് എന്താ, ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഇതിൽ എയുടെ എല്ലാ എലമെന്റ്സും ബിക്കകത്തില്ലേ, എ ഉണ്ട്, ബി ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സബ്സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ കണ്ടോ, ഇങ്ങനെ സി പോലെ ഇട്ടിട്ട് താഴോട്ട് വരാം. ഇതാണ് സബ്സെറ്റിന്റെ സിമ്പിൾ. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കി നോക്ക്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കി നോക്ക്, സിയും ഡിയും. സി എന്ന് പറയുന്ന സെറ്റിൽ ഫുള്ള് ഈവൻ നമ്പേഴ്സാണ്, 2 4 6 8 10 വെച്ചാൽ ഈവൻ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, എക്സെട്ര വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഡി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ്. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എക്സെട്ര പറഞ്ഞിട്ട് അതും പോയേക്കുക. അപ്പോൾ ഈ വലിയൊരു സെറ്റ് ഡി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് എല്ലാം എന്തുണ്ട്, സിക്കകത്തുണ്ടല്ലോ. അതായത് സിയിലുള്ള എല്ലാ എലമെന്റ്സും, സിയിലുള്ള എല്ലാ എലമെന്റ്സും എന്താ, ഡി എന്ന് പറഞ്ഞാൽ വലിയ സെറ്റിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ, സി ഡിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ സി സബ്സെറ്റ് ഓഫ് ഡി, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ ഈ പേജിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ എക്സാമ്പിൾസ് കിട്ടും. കൂടുതൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് സബ്സെറ്റ് പോലത്തെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ സബ്സെറ്റ്. എപ്പോഴും നമ്മൾ ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്താണ്, എ ബിയുടെ സബ്സെറ്റ് അല്ല ഞാൻ പറഞ്ഞത്. അതായത് എന്താ, നേരത്തെ എ എന്ന് പറഞ്ഞ വവൽസ് ആണ്, ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഫുൾ ഉള്ള ഒരു സെറ്റാണ്. അപ്പോൾ എന്ത് പറയും ഞാൻ, എ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് ബിക്ക് ഒരു പേര് പറയട്ടെ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എന്താണ്, ബി എയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയും. അതായത് എന്താ, ബി എയുടെ പ്രോപ്പർ സെറ്റാണ്. അപ്പോൾ ബി പ്രോപ്പർ സബ്സെറ്റിന്റെ സിമ്പിൾ കണ്ടോ, സി എന്ന് പറഞ്ഞ ഒരു ഇങ്ങനൊരു കർവ് പോലത്തെ ഈ സിമ്പിളാണ് ഇടുക. സി ഒരു കുഞ്ഞ് സി ഇടില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു സിമ്പിളാട്ടോ പ്രോപ്പർ സബ്സെറ്റിന് പറയാം. സബ്സെറ്റ് ആകുമ്പോൾ ഇതിന്റെ താഴെ ഒരു വര, നമ്മൾ ഈക്വൽ ടുവിന്റെ സിമ്പിൾ ഇതാ, ഈ സിമ്പിൾ ഒരു വര പോലെ കൂടി വരും. പക്ഷെ ഇതിനകത്ത് ഒരു സി പോലത്തെ സിമ്പിൾ മാത്രമേ വരുള്ളൂ. ഇതാണ് സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മറ്റൊരു ടൈപ്പ് സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു സെറ്റാണ്. അതായത് എന്താ, നമുക്കിപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്താ, എല്ലാ എലമെന്റ്സിനെ പെറുക്കി പെറുക്കി എഴുതാം.
സെറ്റ് 1 2 3 5 കേട്ടോ, 3 4 5 6 എന്ന് പറഞ്ഞിട്ട് എക്സെട്ര ഇട്ടിട്ട് പോയേക്കാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് സാധാരണ ഞാൻ യു വെച്ചിട്ടാണ് എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, യു എന്ന് പറഞ്ഞ സെറ്റാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ ഞാൻ യു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ആൽഫബറ്റ് എടുത്തു, ഈക്വൽ ടു കൊടുത്തിട്ട് എല്ലാ എലമെൻസും എന്ത് ചെയ്യുക, പെറുക്കി പെറുക്കി ഇട്ടിട്ട് കോമറ്റ് കൊടുക്കുക. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, യു ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി കോമ സെഡ് വരെയുള്ള എലമെൻറ്റ്സ് ഇട്ട് കൊടുത്തു. കണ്ടോ, ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ യു എന്ന് പറഞ്ഞിട്ട് 0 1 2 3 4 5 എക്സെട്ര. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എഴുതാനായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ യു വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണോ അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നോക്കി നോക്കുക, ഓൾ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പേര് നമുക്ക് എഴുതാമെന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ യു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഓൾ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്, സ്റ്റുഡൻറ്റ് 1 കോമ സ്റ്റുഡൻറ്റ് 2 കോമ സ്റ്റുഡൻറ്റ് 3 കോമ എക്സെട്ര സ്റ്റുഡൻറ്റ് എൻ. എൻ എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ എൻ കേട്ടോ, അതായത് എത്രയോ നമ്പേഴ്സ് ഉണ്ട് അതുവരെ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാനായിട്ട്. അതായത് ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എല്ലാ എലമെൻസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. നോക്കി നോക്ക്, എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് റെലവൻറ്റ് ടു എ പർട്ടിക്കുലർ ഡിസ്കഷൻ. ഒരു പർട്ടിക്കുലർ ഡിസ്കഷൻ ഉണ്ടാവും, ആ ഡിസ്കഷന് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻസിനെയും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അടുത്ത ടോപ്പിക്കാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് എപ്പോഴാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്, ഈ എക്സാമ്പിൾ കണ്ടോ, നോക്കി നോക്ക്. പവർ സെറ്റ് കാണിക്കുന്നതാണ് പി ഓഫ് എ എന്ന് പറയുന്ന സിമ്പിൾ. ഇപ്പോൾ അതാ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, സെറ്റ് 1 2, 2 എലമെൻസേ ഉള്ളൂ, 1ഉം 2ഉം. ഒരു പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൻ്റെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൻ്റെ സബ്സെറ്റുകളില്ലേ, ഈ സബ്സെറ്റുകളിലെ എല്ലാം കൂടിയിട്ട് ഒരു സെറ്റാക്കി എഴുതുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 എന്ന് പറഞ്ഞാൽ 2 എലമെൻസ് ആണുള്ളത്. അപ്പോൾ ഈ 2 എലമെൻസിന് ഏതൊക്കെ സബ്സെറ്റ് ഉണ്ട്, നമുക്ക് സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റാണ്, സെറ്റ് 2 എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റാണ്, സെറ്റ് 1 2 എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയുക സബ്സെറ്റാണ്. ഇനി ഇതെല്ലാം കൂടാതെ 5 എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് 5. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 1 വേർഡ് ആയിട്ട് ചോദിക്കാം. 5 എന്ന് പറയുന്നത് എന്താ, എല്ലാ സെറ്റിൻ്റെയും ഒരു സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് 5 എന്ന് പറയാം. അപ്പോൾ 5ഉം ഒരു എലമെൻ്റ് ആണ്. അങ്ങനെ മൊത്തം 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 5 ഉണ്ട്, സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 1 2. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സബ്സെറ്റും, അതായത് ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ എല്ലാ സബ്സെറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഈ സബ്സെറ്റിനെ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുക, സെറ്റിൻ്റെ ഉള്ളിൽ ഇടുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയാം. അതായത് സബ്സെറ്റ് ഓഫ് എ ഗിവൺ സെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എ ഗിവൺ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ ഒരു കൂട്ടമില്ലേ, അതായത് ആ സബ്സെറ്റുകളുടെ ഗ്രൂപ്പിനെ, കളക്ഷനെ പറയുന്ന പേരാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. എം ടി സെറ്റും അതിനകത്ത് ഒരു എലമെൻ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി അടുത്ത സെറ്റാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. 2 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3, സെറ്റ് ബി എന്ന് പറയുന്നത് 4 5 6. അപ്പോൾ ഈ 2 സെറ്റ് വെച്ച് നോക്കി നോക്ക് നിങ്ങൾ, ഈ എയിലെ എലമെൻറ്റ്സ് ഏതെങ്കിലും നമുക്ക് ബിയിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ലല്ലോ. രണ്ടും വേറെ വേറെ എലമെൻറ്റ്സാണ്. അപ്പോൾ ഈ 2 സെറ്റിനെ നമുക്ക് പറയാൻ പറ്റും എന്താ, എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയാം. അതായത് ഒരു എലമെൻറ്റ് കോമൺ ആയിട്ട് ഇല്ലാത്ത സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിസ്ജോയിൻറ്റ് സെറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു എലമെൻറ്റ് പോലും ഇല്ല, 2 സെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 സെറ്റ് തന്നിട്ടുണ്ടാവും, ഈ 10 സെറ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഒരു എലമെൻറ്റ്സ് പോലും കോമൺ ആയിട്ട് ഇല്ല, ഒന്നുപോലും ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്നാണ് പറയുക. അടുത്ത സെറ്റാണ് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതും എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മനസ്സിലാവും. സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 4, ബി എന്ന് പറയുന്നത് 3 1 4 2. ഇത് നോക്കി നോക്ക്, 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ബിയിലുണ്ട്, 2 എന്ന് പറഞ്ഞ എലമെൻറ്റും ബി എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്, എ എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്. 3 എന്ന് പറഞ്ഞ എലമെൻറ്റും എയിലും ബിയിലും ഉണ്ട്, 4 എന്ന് പറഞ്ഞ എലമെൻറ്റും ബിയിലും ഉണ്ട്, എയിലും ഉണ്ട്. അതായത് നമ്മൾ ഓരോ എലമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ 2 സെറ്റിലും ഈ 2 എന്താ പറയുക, ഓരോ കോമൺ ആയിട്ടുള്ള എല്ലാ എലമെൻസും ഉണ്ട്. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഈക്വൽ സെറ്റ് എന്നാണ് പറയാം. ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ നമ്മളതിനെ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയും. എന്നാൽ എല്ലാ എലമെൻസും ഉണ്ട്, എക്സാക്ട്ലി ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ചിലപ്പോൾ അതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും
മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ എലമെൻസും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് സെറ്റ് എന്താണെന്നാണ്, അതുപോലെ ടൈപ്പ് ഓഫ് സെറ്റ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കഷൻ കമൻസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും ആൻസേഴ്സ് കിട്ടിയില്ലെങ്കിലും അതും ചോദിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി.